തീരത്തോടായി തീര പോലവേ തീരാതെ എന്തെന്തോരുള്ളിൻ കൊതികൾ ഈ ഫാൻ എപ്പോ കറങ്ങും എപ്പോ കറങ്ങില്ലെന്നൊക്കെ ഏട്ടൻ അറിയില്ലേ? സോറി വസുന്ധര. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? എന്ത് ചെയ്യണമെന്ന് പറയൂ വസു. എന്ത് ചെയ്യണമെന്ന് ഞാൻ തന്നെ പറഞ്ഞു തരണോ? ഓക്കെ ഓക്കെ ഓക്കെ. വൺ സെക്കൻഡ്. ഈ ഇലക്ട്രീഷ്യന് ഫോൺ ചെയ്തിട്ടുണ്ട്, ഉടനെ എത്തും. ഏട്ടൻ AC ഇടാതെ ജോലി ചെയ്യുവാണല്ലോ. ഓ, AC വർക്ക് ചെയ്യുന്നില്ലല്ലേ? അന്നൊരു ദിവസം ഞാൻ അറിയാതെ ഫാൻ ഇട്ടതിന് ഏട്ടൻ എന്താ പറഞ്ഞത്? തനിക്ക് അത്രയ്ക്ക് ബുദ്ധിയുള്ളൂ? ഫാൻ ഇടാനൊക്കെ എനിക്കും അറിയാലോ. ഫാൻ ഇട്ട പേപ്പർ പറക്കൊന്നും അറിയാന്നുള്ളോണ്ടാ ഞാനത് ഇടാതിരുന്നത്. അന്ന് പിന്നെ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ. അപ്പൊ ഇപ്പൊ ഒന്ന് നിർത്തണോ? എന്താ ഇത്, റിവെഞ്ച് ആണോ? പിന്നെ അല്ലാതെ. ഈ സ്ത്രീകളുണ്ടല്ലോ, പണ്ടെന്നോ നടന്ന സംഭവം ഇപ്പോഴത്തെ കാര്യങ്ങളായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്ത് കളയും. അയ്യോ, എന്താ ചേട്ടാ? ചേട്ടാ, അയ്യോ ഏട്ടാ, എന്താ പറ്റി? എന്താ പറ്റിയത്? ഏട്ടൻ എന്താ പറ്റിയത്? ഏടോ, എനിക്ക് ഷോക്കൊന്നും അടിച്ചില്ല കേട്ടോ. എന്താ ഏട്ടാ ഇത്? എനിക്ക് ഷോക്ക് അടിച്ചിരുന്നെങ്കിൽ തനിക്കും ഇത് അടിക്കുമായിരുന്നല്ലോ. അങ്ങനെ അത് അടിക്കാതെ വരുമ്പോ താനത് മനസ്സിലാക്കേണ്ടല്ലേ എനിക്ക് ഷോക്ക് അടിച്ചില്ലെന്ന്. അത് അറിയാതെ. അതാണ്, ഞാനും അതുപോലെ അറിയാതെ ഫാൻ ഇട്ടതാ. അയ്യോ, വീണ്ടും എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എടോ, സത്യമായിട്ടും കണ്ണി കൊണ്ടോ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ വീണ്ടും എന്നെ ഫൂളാക്കാൻ ഏട്ടൻ നോക്കണ്ടാന്ന്. പ്ലീസ് വസുന്ധര, ഐ സ്വയർ എന്റെ കണ്ണിനകത്ത് പോയി. അതെ ഏട്ടാ. ആരെയാ വിളിച്ചേ? നിങ്ങളെയാ. എന്നെ? ഏട്ടന് വേണ്ടി
മുന്തിരിയിട്ട ഉപ്പുമാവും ബദാം പാലും കൊണ്ടുവന്നിട്ടുണ്ട്. മുന്തിരി ഉപ്പുമാവും ബദാം പാലൊക്കെ കാണുമ്പോ കൊതി വരുന്നുണ്ട്. പക്ഷെ ഇവരെ കാണുമ്പോ എനിക്ക് പേടിയും തോന്നുന്നുണ്ട്. ഞാൻ ഈ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ, ഇത് കഴിക്കാനല്ല. കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ആരോഗ്യം വേണമല്ലോ. അതിനു വേണ്ടിയാ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ ഒന്നിച്ചു കൂട്ടി എന്റെ സ്വപ്നങ്ങളെ റവ ഉപ്പുമാവാക്കി മാറ്റി. അങ്ങയ്ക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളെല്ലാം വീണ്ടും ഓർമ്മിപ്പിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുക. അമ്മുമ്മേ, നിങ്ങൾ സംസാരിക്കുന്ന മലയാളം തന്നെയാണോ? അല്ല ഉണ്ണി, ഇതേതോ സംസ്കൃതം പോലെയുണ്ട്. തമിഴും അല്ല സംസ്കൃതവും അല്ല, ഹിന്ദി. ഞങ്ങൾ ഏത് ഭാഷയിൽ സംസാരിച്ചാൽ നിനക്കെന്താടി? മാഷിനും എനിക്ക് ഇടയില് തടസ്സമായിട്ട് നിൽക്കരുത്. എന്താ ഏട്ടത്തി കുട്ടികളെ മാസ്റ്ററെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അങ്ങനെയൊന്നുമില്ല മാഡം, അവരെന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല. എന്റെ ഏട്ടത്തിക്ക് വർത്താനം ഇത്തിരി കൂടുതലാ, മാസ്റ്റർ ഒന്നും വിചാരിക്കരുത്. അവരുടെ വർത്തമാനത്തെക്കാൾ നോട്ടമാണ് ശരിക്കും ഭീകരം. അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ചെയ്യേട്ടത്തി, ഇവിടെ ഇങ്ങനെ നിൽക്കരുതേ. കള്ളൻ, എന്നോട് ഇത്രയ്ക്ക് സ്നേഹാണോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എപ്പോഴാ പറഞ്ഞേ? എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ എന്റെ ഏട്ടത്തിയെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കാതെ നോക്കിയതെന്തിനാ? ഓ, ഇവരിതിനെങ്ങനെയാണോ കണ്ടത്? ചൂടാറുന്നതിന് മുമ്പേ ഉപ്പുമാവ് കഴിക്കേ, തണുക്കുന്നതിന് മുമ്പ് ബദാം പാലും കുടിക്കൂ. കഴിച്ചില്ലെങ്കിൽ ഇവരിവിടുന്ന് പോവില്ല എന്നാ തോന്നുന്നത്. എനിക്കാണെങ്കിൽ കഴിക്കാതിരിക്കാനും വയ്യ. കഴിച്ചോളൂന്നേ. ആന്റി, ഈ ബ്ലൗസിന്റെ ഹുക്ക് ഇളകിപ്പോയി, ഒന്ന് തച്ചു തരാവോ? നാണല്ലേടി നിനക്ക്? പോയേ. ആന്റി ഇപ്പൊ വെറുതെ അല്ലേ നിക്കുന്നേ? അങ്ങനെ ആരാ പറഞ്ഞേ? ഞാനിപ്പോ നല്ല ബിസി അടി മോളെ. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമുണ്ട്, നീ ഡിസ്റ്റർബ് ചെയ്യാതെ പോയെ. അങ്ങനെ അല്ല ആന്റി. അയ്യോ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കടി. ഞാൻ കുറച്ചുപേരോടെ ഒന്ന് കണ്ടോട്ടെ. നിങ്ങൾക്ക് ഭ്രാന്ത് മൂത്തിരിക്കുകയാണ്. ഈ പ്രായത്തിലാണോ നിങ്ങളുടെ കീച്ചി കിന്നാരം? അയ്യോ, പതുക്കെ. പേരെന്തെങ്കിലും വേണോ മാഷേ? ഇനി എനിക്കൊന്നും വേണ്ട, വയറ് ഫുള്ളായി. ഇത്ര പെട്ടെന്നോ? ഇനിയും ഒരുപാടുണ്ടെന്നേ. ഇനിയുണ്ടെന്നോ? കുട്ടികളെ, നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. സീ യു ടുമാരോ. ഭാവന മാഡം, വസുന്ധര മാഡം, എന്നാ ഞാൻ പോയിട്ട് വരാം. കുട്ടികളുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് മാസ്റ്റർ? എല്ലാരും നന്നായി പഠിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ അനു നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവളെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. മാസ്റ്റർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നു. ബൈ മാഡം. ബൈ ബൈ കുട്ടികളെ. എന്റെ അമ്മച്ചി. അതെ മാഷേ. എന്താ മാഷ് നമ്മളെ വീട്ടിലേക്കല്ലേ? നമ്മുടെ വീടോ? അതേതാ? ഇപ്പോ മാഷിന് വീട്, നാളെ നമ്മളെ വീടല്ലേ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. നിങ്ങൾ വലിയൊരു മോഷ്ടാവാ, കള്ള്. മാഷിനെല്ലാം അറിയാം, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? മാഷിനെ എനിക്ക് വേണം. അത് ഒരു ലിഫ്റ്റ് വേണം. മെയിൻ റോഡ് വരെ ഞാൻ കൂടെ വരാം. ഇത് പേരിൽ 2 വീലർ ആണെന്നേ ഉള്ളൂ, പക്ഷേ 2 പേർക്കൊന്നും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല.
നമ്മള് രണ്ടുപേരാണെന്ന് ആരാ പറഞ്ഞേ? നമ്മള് രണ്ടുപേരല്ല, നമ്മൾ ഒന്നാ. പൊയ്ക്കോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഈശ്വര, അവര് മുട്ടി ഒരു മിരിക്കാണല്ലോ. എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുന്നത്? അമ്മ അമ്മ, എന്താ ഉണ്ണി? എനിക്ക് പൈസ വേണം. എത്രയാ? 1000 രൂപ. 1000 രൂപയോ? എന്തിന്? അത് എന്തിനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ തരത്തില്ലേ? എന്താടാ ഇത്ര സീരിയസ് ആയിട്ട് പറയുന്നേ? എന്ത് പറ്റി വസു? നോക്ക് ചേച്ചി, എന്തിനാ ഏതാന്നൊന്നും പറയാതെ അവനിപ്പോ ഞാൻ 1000 രൂപ കൊടുക്കണോന്ന്. എന്തിനാ ഉണ്ണി? എനിക്ക് വേണം വല്യമ്മ. ഈ ഉണ്ണിച്ചെക്കിന് 1000 രൂപ ഇപ്പൊ എന്തിനാ? അതെ, എന്തിനു വേണ്ടിട്ടാണെന്ന് പറ. 1000 രൂപ വേണമെന്ന് ഞാൻ പറയാ, തരാൻ പറ്റുമോ ഇല്ലയോ? എന്താ ഉണ്ണി വാശി കാണിക്കുന്നേ? ഞാൻ വാശി കാണിക്കുന്നതല്ല വല്യമ്മ, എനിക്കിപ്പോ പൈസ വേണം. എന്ത് പറ്റി ഉണ്ണി? ഇവനിപ്പോ 1000 രൂപ വേണമെന്ന് പറയാ അമ്മ. അത്രയും പൈസ കൊണ്ട് ഉണ്ണി എന്ത് ചെയ്യാൻ പോവാ? അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല. 1000 രൂപ വേണം, അത്രേ ഉള്ളൂ. തരുവോ ഇല്ലയോ? എന്താടാ ഓവറായിട്ട് സംസാരിക്കുന്നേ? ഈ പ്രായത്തിൽ എന്തിനാടാ നിനക്ക് ഇത്രയും പൈസ? ഒറ്റ അടി തന്നാലുണ്ടല്ലോ. അടിക്കല്ലേ വസു? 1000 2000 അല്ല 10000 വേണേ തരാം. പക്ഷേ കാരണം എന്താണെന്ന് ഞങ്ങൾ അറിയണ്ടേ ഉണ്ണി? ഇപ്പൊ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല മുത്തശ്ശി. നീ കാര്യം പറയാതെ എങ്ങനെയാ ഉണ്ണി? കൊച്ചുകുട്ടികൾക്ക് ഇത്രയും കാശിന്റെ ആവശ്യം എന്താ? ആ 1000 രൂപ ഉപയോഗിച്ച് ഇവൻ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം തന്നാ മതി, ഇല്ലെങ്കിൽ വേണ്ട. 1 രൂപ പോലും ഞാൻ നിനക്ക് തരില്ല. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോ. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. ഞാൻ അത് തന്നെ ചെയ്തു. ഉണ്ണി ഉണ്ണി നിക്ക്. ഉണ്ണി എന്തിനാ വസു ഉണ്ണി ഇങ്ങനെ ഹേർട്ട് ചെയ്തേ? എന്തെങ്കിലും ആവശ്യമുണ്ടാവും. അവൻ അത് ചോദിച്ച ഉടനെ നിനക്ക് കൊടുക്കായിരുന്നില്ലേ? അതെ വസു, ഉണ്ണി ഇതിനു മുൻപ് കാശൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇന്നവനത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. ആ കാരണം എന്തായിരുന്നാലും കൊച്ചു കുട്ടികൾക്ക് ഇത്രയും പൈസ കൊടുക്കുന്നത് നല്ലതല്ല ചേച്ചി. ഉണ്ണി പണം മിസ്യൂസ് ചെയ്യില്ലെന്നറിയാം. എന്നാലും എന്തിനാ ഉപയോഗിക്കണേന്ന് നമുക്കറിയണ്ടേ? ഞാൻ എന്തായാലും അറിയും. ഇതൊരു അവസരമാക്കി ഉണ്ണിക്കും വസുവേട്ടത്തിക്കും ഒരു പണി കൊടുക്കും. എന്നെ ഒരുപാട് തവണ ഇൻസൾട്ട് ചെയ്തതിന് എവരോട് ഞാൻ പ്രതികാരം ചെയ്യും. ഒന്ന് പറയാമോ? എവിടെ വണ്ടി നിർത്തണ്ടേ? ഇവിടെ 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 നിർത്തിയാ ഇവിടെ നിർത്തിയാ മതിയോ? മാഷ് നാളെ വരൂ? വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓഹോ, വന്നില്ലെങ്കി മരിച്ചു പോകുന്നാണോ? എന്നോട് മാഷിന് അത്രയ്ക്ക് ഇഷ്ടാ? ഇവരെന്താ എല്ലാം റിവേഴ്സ് ആയിട്ടാണല്ലോ മനസ്സിലാക്കുന്നത്. നാളെ മാഷ് വരുമ്പോ ഞാൻ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെക്കണ്ടേ? നിങ്ങളൊന്നും ചെയ്യണ്ട, അതായിരിക്കും സ്പെഷ്യൽ. എന്നാ പിന്നെ ഞാൻ പോവുകയാണേ. ഇതുപോലൊരു പെണ്ണിനെ കെട്ടി എത്രയും വേഗം സെറ്റിൽ ആവണം. ആ പെണ്ണെന്താ ഇത്രയ്ക്ക് സുന്ദരിയോ ഇങ്ങനെ നോക്കാൻ? ഞാൻ ആ പെൺകുട്ടിയല്ല നോക്കിയത്, അവളിട്ടിരിക്കുന്നില്ലേ ആ ഡ്രസ് നോക്കിയതാ. ആ എനിക്ക് തോന്നി. ഈ പ്രായത്തിൽ എന്തായാലും നിങ്ങൾ ചെറിയ കുട്ടികളെ നോക്കില്ലല്ലോ. ഈ പ്രായം എന്ന് വെച്ചാ ഇവരെന്നെ ഇവരെ പോലെ കിളവനായിട്ടാണോ കാണുന്നത്? എന്തായാലും ഞാനുള്ളപ്പോ മാഷ് വേറെ ആരെയും നോക്കില്ലല്ലോ. അയ്യോ, ഇനി ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നു. പോയിട്ട് വരാവേ. ബൈ. ബൈ.
ട്യൂഷൻ മാസ്റ്റർക്ക് മോഡേൺ ഡ്രസ് ഇഷ്ടാണെന്നാ തോന്നുന്നേ. ഉണ്ണി, ഉണ്ണി ഒറ്റയ്ക്കിരുന്ന് എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല അച്ഛാ. പിന്നെന്താ ഒളിച്ചു വെച്ചാ കാണിക്ക്. അച്ഛൻ ഓഫീസിൽ നിന്ന് ടയർഡായിട്ട് വന്നിരിക്കല്ലേ, അച്ഛൻ പോയി ഫ്രഷ് ആയിട്ട് വാ. ഉണ്ണി, ആദ്യം അത് എന്താണെന്ന് കാണിക്ക്. കമോൺ. അച്ഛാ, കാണിക്കാനല്ലേ ഞാൻ പറഞ്ഞു. എന്താ ഉണ്ണി ഇതൊക്കെ? രാഖി റെഡിയാക്കാനുള്ള ഐറ്റംസ് അച്ഛാ. നാളെ രക്ഷാബന്ധനല്ലേ അച്ഛാ, നാളെ അനിയത്തിമാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ. അതുകൊണ്ട് സ്വന്തമായിട്ട് രാഖി ഉണ്ടാക്കൊണ്ടിരിക്കുകയാണോ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാങ്ങി തരുമായിരുന്നല്ലോ. എനിക്ക് രാഖി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നന്നായിട്ട് അറിയാച്ചാ, അതുകൊണ്ടാ ഞാൻ തന്നെ റെഡിയാക്കുന്നത്. അല്ല, അനുവും കീർത്തിയല്ല മോന്റെ അനിയത്തിമാര്, പിന്നെ എന്തിനാ ഇത്രയും രാഖികള്? വിൽക്കാൻ വേണ്ടിട്ടാച്ചാ. രാഖി വിൽക്കാനോ? അതുണ്ടല്ലോ, അനിയത്തിമാർക്ക് വെറുതെ രാഖി മാത്രം ഉണ്ടാക്കി കൊടുത്താ പോരല്ലോ, വേറെ ഏതെങ്കിലും നല്ല ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം. 2 രാഖി മാത്രം വെച്ച് ബാക്കിയുള്ളതെല്ലാം വിറ്റിട്ട് ആ കാശ് വെച്ച് അനുവിനും കീർത്തിക്കും നല്ല സമ്മാനം വാങ്ങി കൊടുക്കണം. നീ വളരെ ഗ്രേറ്റ് ആണ് ഉണ്ണി. ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ നിനക്ക് വളരെ വലിയ ചിന്തയാ വന്നിരിക്കുന്നത്. വെരി ഗുഡ് ഉണ്ണി. ഒരു കാര്യം ചെയ്യാമോ? എന്താ അച്ഛാ? ഈ രാഖിയെല്ലാം എനിക്ക് തന്നെ വിൽക്കാമോ? ഞാൻ തന്നെ വാങ്ങിച്ചോളാം. അതെന്തിനാ അച്ഛാ? എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അതെ. അത് വേണ്ട അച്ഛാ. ഇത്രയും രാഖി വെച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്യാനോ? അച്ഛനത് നഷ്ടമല്ലേ? നഷ്ടോ? അച്ഛന് നഷ്ടം ഉണ്ടാകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ വേറെ ആർക്കെങ്കിലും വിറ്റോളാം. വേണ്ട ഉണ്ണി, എനിക്ക് തന്നെ വിറ്റേക്ക്. എനിക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. എനിക്കും മോനെ പോലെ സിസ്റ്റേഴ്സ് ഉണ്ട്. സത്യമാണോ അച്ഛാ? പക്ഷെ അച്ഛൻ അനിയത്തിമാരും ഇല്ലെന്നല്ലേ മുത്തശ്ശനും മുത്തശ്ശി എന്നോട് പറഞ്ഞത്? നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാ ലേഡി സ്റ്റാഫുകളും എനിക്ക് സഹോദരിമാരാ. അങ്ങനെയെങ്കിലും ഓക്കെ, അച്ഛൻ തന്നെ ഇതെല്ലാം വാങ്ങിക്കോ. ശരി, മോൻ പോയി കിടന്നോ. ഇനി ഒരു 2 രാഖിയും കൂടി ഉണ്ടാക്കണം അച്ഛാ, അതിനുശേഷം ഞാൻ പോയി കിടന്നുറങ്ങാം.